ഇന്നേ നമ്മുടെ കുട്ടാപ്പിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകട്ടെ. ആദ്യത്തെ വാക്സിൻ എടുക്കാൻ പോവാണ്. സംഭവം അവനെ അറിയത്തില്ല. അവനെ കുളിപ്പിച്ച് റെഡിയാക്കി. അപ്പൊ നമുക്ക് അവന് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകാം. ബാ കമോൺ, മാറേർക്കാം. ഓക്കെ, ഈ കൈ ഇവിടെ വെക്ക. അത് പിന്നെ ഇത് കഴിഞ്ഞടാ. വാ, ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് വേണം ആവശ്യമെങ്കിൽ ടൈറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ലൂസ് ആയിരിക്കില്ല, ആദ്യം ചെറിയതായതുകൊണ്ട്. ഇങ്ങോട്ട് കുർത്തക്കേട് കാണിക്കാതെ. ഹലോ, മുഖം കാണിച്ചേ. സുന്ദരനാവട്ടെ. ബാ കേറിക്കോ, കേറി ബാ. ഓ, ഇത്ര കപ്പാസിറ്റി ആയില്ലേ. ഇവിടെ ഇരുന്നാ പോവാ. അവിടെ ഇരിക്കുന്നു തോന്നുന്നില്ല. അവിടെ നേരെ പുറകോട്ട് പോവുക. സാമർത്ഥ്യം നോക്കിക്കോണേ. അപ്പൊ ഓക്കെ, 2 ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ കുറ്റിക്കോൽ എത്തി കേട്ടോ. കുറ്റിക്കോൽ മൃഗാശുപത്രിയിലാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം. വാ, കമോ, കയറി വാ. ഉണ്ടല്ലേ? ആദ്യത്തെ വാക്സിനാണ്. ആദ്യത്തെ 2 ഡോസ് എടുക്കണം. പിന്നെ 2 ഉള്ളത് നമ്മുടെ ഈ പേവിഷത്തിനെതിരെയുള്ള വാക്സിൻ. പേവിഷത്തിനെതിരെയുള്ള വാക്സിൻ നമുക്ക് ഇവിടെ സപ്ലൈ ഉണ്ട്. 25 രൂപ അടച്ചു എടുക്കാം. മറ്റേത് നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ, സപ്ലൈ ഇല്ല. നിങ്ങള് വാങ്ങണം അല്ലേ? അത് മൾട്ടി കമ്പോണന്റ് വാക്സിൻ സപ്ലൈ ഇല്ല അല്ലേ? പേവിഷത്തിന്റെ സപ്ലൈ ഉണ്ട് കേട്ടോ. ആദ്യം എടുക്കേണ്ടത് മൾട്ടി കമ്പോണന്റ് വാക്സിൻ ആണ് എടുക്കേണ്ടത്. അത് ഞാൻ എഴുതി തരാം. ഇവിടെ അല്ലേ? ചിക്കുട 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 എന്നപ്പാ നിങ്ങളുടെ പേര് ഫോൺ നമ്പർ ഒന്ന് പറയാം. മുഖം കാണായിരുന്നു. ബെൽറ്റൊക്കെ ഞങ്ങൾക്കിപ്പോൾ ഒരു അഡ്രസ്സൊക്കെ ആയി. ഇഞ്ചക്ഷനൊക്കെ മേടിച്ച് കാർഡൊക്കെ കിട്ടി. നമ്മുടെ പേരിലൊരു കാർഡൊക്കെ കിട്ടി. സ്വന്തമായിട്ടൊരു പ്രൂഫൊക്കെ ഉണ്ട് ഇപ്പോൾ കുട്ടാപ്പിക്ക്. കണ്ടില്ലേ? വന്നു അതിൻ്റെ അടി കയറി കിടന്നു. വീട്ടിൽ പോവാം. അപ്പൊ ഇനി നേരെ വീട്ടിലോട്ടല്ലേടാ അല്ലേ? അങ്ങനെ നമ്മുടെ സാറ് തിരിച്ച് വീട്ടിലെത്തി. പുറത്തെ ബെൽറ്റൊക്കെ അവൻ കളഞ്ഞു കേട്ടോ. വാ, ഒരു ഇഞ്ചക്ഷൻ വലിയ പ്രശ്നം ആക്കിയില്ല ഞാൻ വിചാരിച്ച പോലെ. അമ്മേ അമ്മേ വന്നു ഇഞ്ചക്ഷനൊക്കെ മേടിച്ച്. ചെറിയൊരു ചെറിയൊന്ന് എന്നൊരു കരച്ചില്. പുറത്തിനിട്ട് വാ, ബെൽറ്റ് ഊരാ. വാ, നമ്മള് ആശുപത്രി പോയി ഇഞ്ചക്ഷൻ ചെയ്തു. പക്ഷെ നമുക്ക് മരുന്ന് അവർ വെളിയിലോട്ടാട്ടോ കുറിച്ച് തന്നത്. ആ മരുന്ന് സപ്ലൈ ഇല്ലെന്ന് പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രിയില്. നമുക്ക് 790 രൂപയായി ഇഞ്ചക്ഷൻ വെളിയിൽ നിന്ന് മേടിച്ചു കൊടുത്തപ്പം. ഇനിയിപ്പോ ഈ മാസം തന്നെ 31-ാം തീയതി പേ വിഷബാധയുടെ ഒരു ഇഞ്ചക്ഷനും കൂടി അവൻ എടുക്കണമെന്ന് പറഞ്ഞേ. അത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ പഞ്ചായത്തില്. അപ്പൊ ഈ 2 ഇഞ്ചക്ഷനും കഴിഞ്ഞ് ഇനി ഒരു പേ വിഷബാധയുടെ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റൂ. ഞാൻ ഇത് പറഞ്ഞതെന്നു വെച്ചാൽ കുറെ വീട്ടിൽ പട്ടികളെ നമ്മൾ ഇങ്ങനെ വളർത്തുന്നുണ്ടല്ലോ. അപ്പൊ അറിയാത്ത കുറെ പേരുണ്ട്, ഇഞ്ചക്ഷൻ ചെയ്യാത്തതുണ്ട്. അപ്പൊ ഇവന് ശരിക്കും 3 മാസം ആവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഡോസ് അന്നേരം നമ്മൾ എടുക്കാൻ പോയത് കേട്ടോ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഈ വീഡിയോ ചെയ്തത്.